നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പാ ശരണം. കംസൻ്റെ വധത്തിൻ്റെ അവിടെയാണ് നമ്മൾ പ്രഭാഷണം നിർത്തിയിരുന്നത്. അതിനുശേഷം കംസൻ്റെ വധം പറഞ്ഞ് അതിനുശേഷം ഭഗവാൻ അച്ഛനമ്മമാരെ മോചിപ്പിച്ച് ഉജ്ജയിനി ചെന്ന് വേദവിദ്യ പഠിച്ച വിവരം പറഞ്ഞു. അതിനുശേഷം ഗുരുവിന് തൻ്റെ പുത്രനെ തിരിച്ചു കൊണ്ടു കൊടുത്ത് ഗുരുദക്ഷിണ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചത് വരെ സൂചിപ്പിച്ചിട്ടാണ് നിർത്തിയത് നമ്മൾ. അതിനുശേഷം ഭഗവാൻ നമ്മുടെ ഭാഗവത കഥയിലെ വൈകി വന്നാലും ഏറ്റവും വിലമതിക്കാനാവാത്ത രത്നമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ്റെ കഥാപാത്രത്തിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഉദ്ധവനെക്കുറിച്ച് 10ാമത്തെ സ്കന്ധത്തിൽ 46ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം ശുകമഹർഷി പറയുന്നത് വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമാ. ഉദ്ധവ ബുദ്ധിസത്തമാ എന്നാണ് പറഞ്ഞത്. ഭഗവാനും അങ്ങനെ വിളിക്കാറ്, ഉദ്ധവ ബുദ്ധിസത്തമാന്ന്. ജരാസന്ധനെ വധിക്കാനുള്ള ഉപായമൊക്കെ രാജസൂയത്തിന് യുധിഷ്ഠിരൻ്റെ ക്ഷണം വരുന്ന സമയത്ത് ഉദ്ധവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവനെ കാഴ്ചയിൽ ഭഗവാനെ പോലെ ഇരിക്കും അത്ര കണ്ടു കഴിഞ്ഞാൽ, ഭഗവാനെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ദൂരത്തുനിന്ന് കണ്ടാൽ ഭഗവാൻ വരണയാണ് എന്ന് തോന്നിപ്പോവും. ഇങ്ങനൊരു ബന്ധുവിനെ ഭഗവാന് കിട്ടുന്നത് മധുരയിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. അത്രയും കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയും ഉദ്ധവൻ്റെ ഛായ നമ്മൾ കാണുന്നില്ല. ബ്രഹ്മജ്ഞാനം മനസ്സിൻ്റെ രൂപമാകണം മധുരയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ആ ബ്രഹ്മജ്ഞാനത്തിനെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ആ മറ്റെന്ത് വിഷയങ്ങൾ ജരാസന്ധൻ പ്രാരബ്ധത്തിൻ്റെ രൂപത്തിൽ ആക്രമിച്ചാലും ഒക്കെ ആണെങ്കിലും നമുക്കൊരിക്കൽ വരുന്നൊരു കേവലാനുഭവം അവിടെ ഒരു ഡെപ്പോസിറ്റായിട്ട് കിടക്കും. അതാണ് ഉദ്ധവൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ അതേ രൂപമാണ് ഉദ്ധവനെ എന്ന് പറയാൻ കാരണം. ജ്ഞാനമാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധജ്ഞാനാണ്. പക്ഷേ ഉദ്ധവനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഉദ്ധവന് ഭക്തിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉദ്ധവനെ മഹാഭക്തനാക്കുന്നത് പിന്നീടാണ്. ഭഗവാന്റെ കൂടെ ചേരുന്ന കാലത്ത് ശുദ്ധജ്ഞാനത്തിന് എപ്പോഴും എന്താ വെച്ചാൽ ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ ഭക്തിയുടെ മാർഗത്തിന് അതൊരു ഇമോഷണൽ സംഭവമല്ലേ എന്നൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, ഈ ഗോപികമാർക്ക് പ്രേമഭക്തി ആയതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ രൂപമില്ലെങ്കിൽ അവർ തകർന്നു പോകും. സഗുണഭക്തിയുടെ പ്രശ്നം അതാണ്. രൂപം മറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവരൊക്കെ എൻ്റെ അടുത്ത് അമ്മമാരൊക്കെ ചിലർ ഗുരുവായൂരൊക്കെ കാണുമ്പോൾ പറയും, കുട്ടി ഞാൻ ഇത്രയും ദിവസം ഉണ്ണിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പം അതിനെ എനിക്ക് കാണാൻ പറ്റണില്ല, വലിയ ചതുർബാഹുവായിട്ടോ അല്ലെങ്കിൽ ഓടക്കുകൾ വിളിക്കണം മുതിർന്ന ആളായിട്ടോ കാണണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ 30 കൊല്ലത്തോളമായിട്ട് എനിക്ക് അങ്ങനെയാണ് കണ്ടിരുന്നത്, ഇപ്പം ഇങ്ങനെയാണെന്ന് പറയും. അയ്യോ ഞാൻ എന്തോ തെറ്റിയിട്ടാണ്. ഞാൻ പറയും, അമ്മേ നിങ്ങൾ ഭാഗ്യവതിയാണ്. നിങ്ങളൊരു രൂപത്തിൽ കൊടുങ്ങാൻ ഭഗവാൻ സമ്മതിക്കണില്ല എന്നുള്ളതിൻ്റെയാണ്. അല്ലാണ്ട് ഈ രൂപം കിട്ടിയതും എല്ലാ കാലം നിൽക്കുന്നു വിചാരിക്കേണ്ട, ഇതും പോവും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശൂന്യമായിട്ട് തോന്നും, പക്ഷെ ആനന്ദം അവശേഷിക്കും. അത് കിട്ടിയാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഇനി ജന്മമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ ചിന്ത എന്താ വെച്ചാൽ രൂപം കണ്ടാൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ എന്നുള്ളത്. ഗോപികൾക്കും അതാ പറ്റിയത്. അവരുടെ ഭക്തി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർ ഉപനിഷത്തുക്കളാണ്. അതുകൊണ്ടാണ് ഉപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച എന്ന് പറഞ്ഞത് അഗ്രേ പശ്യാമി എന്നുള്ള ശ്ലോകത്തിൽ. ആ ദേവിമാർക്ക് പക്ഷെ പ്രണയം മാത്രമാവുമ്പോൾ, അതായത് ഭേദങ്ങളായിട്ടുള്ള വസ്തുവിനെ മുഴുവൻ അഭേദമായി കാണുന്ന മാർഗ്ഗമാണ് അവർ ചെയ്തത്. ഭേദത്തിനെയൊക്കെ നിഷേധിച്ചിട്ട് ഇതല്ല എന്ന് പറഞ്ഞ ജ്ഞാനത്തിൻ്റെ വഴി അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഭഗവാൻ അറിയാം ഇത് രണ്ടും ചേർന്ന് വന്നാലേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന്. അല്ലാണ്ട് നമ്മുടെ ഇന്നത്തെ ഭക്തി പ്രസ്ഥാനക്കാർ പറഞ്ഞ മാതിരിയല്ല. ശങ്കരൻ്റെ ശിഷ്യരെ കണ്ടാൽ ചെരുപ്പോണ്ടടിക്കണം എന്ന് എഴുതി വെച്ച വർഗ്ഗമാണ്. ഭാഗവതത്തിൻ്റെ വ്യാസപീഠത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, വ്യാസൻ്റെ അവതാരമാണെന്ന് വേഷം കെട്ടി നടക്കണ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുത്തൻ പറഞ്ഞതാണ് ശങ്കരൻ്റെ ആൾക്കാരെ കണ്ടാൽ ചെരുപ്പോണ്ടടിക്കണം. ശങ്കരൻ ഭ്രാന്തനാണ്, രാമകൃഷ്ണൻ ഭ്രാന്തനാണ്, വിവേകാനന്ദൻ ഭ്രാന്തനാണ്, രമണൻ ഭ്രാന്തനാണ്, അതുകൊണ്ട് അവരുടെ ആൾക്കാരുടെ വഴിക്കൊന്നും പോകരുത് എന്ന് പ്രചരിപ്പിച്ചിട്ട്, ശിവൻ പിശാചാണ്, ദേവി പിശാചാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പാകണ്ഡന്മാർ കലികാലത്തുണ്ടാവുന്ന നാരദൻ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
നമ്മൾ പക്ഷെ എന്താ, അവരുടെ പുറത്തുള്ള കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് ഭ്രമിച്ചിട്ടോ അവരിതാ ലോകം മുഴുവൻ ധർമ്മത്തിനെ പ്രചരിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ അറിയാം ഇത് രണ്ടും ഒരുപോലെ ചേർന്ന് വരണമെന്ന്. ഭഗവാന്റെ രീതി എന്താ, ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ മാവിലൊരു മാങ്ങ കണ്ടാൽ ഇവിടുന്ന് 1000 കല്ലെടുത്ത് എറിഞ്ഞാലും ചിലപ്പോൾ ആ മാങ്ങയെ കൊള്ളില്ല. ഗുരുവായൂരപ്പൻ ഒരു കല്ല് ഇങ്ങനെ നിലത്തുനിന്ന് എടുക്കുമ്പോഴേക്കും അവിടെ 1000 മാങ്ങ വീഴും. അപ്പം ഭഗവാൻ ഒരേ സമയം രണ്ടുപേർക്കും ഗുണം ചെയ്യണ ഒരു കാര്യം ചെയ്തു. ജ്ഞാനമാകണ ഉദ്ധവനെ കൊണ്ട് ഗോകുലത്തിലേക്ക് അയച്ച് വൃന്ദാവനത്തിലേക്ക് അയച്ച് വൃന്ദാവനത്തിലെ ഭക്തിയിൽ ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്നു. ഗോപികൾക്ക് അവശേഷിച്ചിട്ടുള്ള ജ്ഞാനം എന്താണെന്ന് തിരിച്ചറിയാൻ, അതായത് എവിടെ ഇരുന്നാലും ഭഗവാനെ കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അതേപോലെ തിരിച്ച് ഗോപികളുടെ സമ്പർക്കം കൊണ്ട് ജ്ഞാനത്തിന് ഭക്തിയുടെ മഹിമയും മനസ്സിലാക്കി കൊടുത്തു. ഒരൊറ്റ ആക്ഷനിൽ കൂടെ 2 പർപ്പസ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം പോകാഞ്ഞത്. പക്ഷെ ബലരാമൻ പോകുന്നുണ്ട് വൃന്ദാവനത്തിൽ, അച്ഛനെയും അമ്മയൊക്കെ കാണാൻ. കാരണം ബലരാമനും ഉദ്ധവനെ പോലെ ജ്ഞാനസ്വരൂപനാണ്. വൃന്ദാവനത്തിന് ആവശ്യം ജ്ഞാനാണ്. അവിടെ ഭക്തിയുടെ ഒരു കുറവുമില്ല, ഭക്തിയുടെ ഒരു കുറവുമില്ല. അതുകൊണ്ട് ബലരാമൻ പോയി, ഭഗവാൻ പോകുന്നില്ല. ഭഗവാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഭഗവാനെ അവിടെ ഇരുന്നു കൊണ്ട് ജ്ഞാനമാർഗത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ അങ്ങോട്ട് 2 പേരും പോകുന്നതായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആ ഭഗവാൻ അവിടേക്ക് പറഞ്ഞയച്ചതനുസരിച്ചിട്ട് ഉദ്ധവൻ അവിടെ ചെല്ലണു, ഗോപികമാരെ കാണുന്നു. ആദ്യം ചെല്ലുന്നത് നന്ദഗോപൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്ന് മക്കൾ അന്വേഷിച്ച വിവരമൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന ഗോപസ്ത്രീകൾ നന്ദഗോപരുടെ വീട്ടിൻ്റെ പുറത്ത് ഒരു കാറ് കിടക്കണ കണ്ടു. ഓ, ഇത് മധുരയിൽ നിന്ന് വന്ന കാറാണല്ലോ, തേരാണ്. ആ തേര അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉദ്ധവൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പോയി കണ്ടപ്പോൾ ആദ്യം ഞെട്ടി. കണ്ടാൽ ഭഗവാനെ പോലെ ഉണ്ട്. കാരണം ജ്ഞാനമാണ്. അദ്ദേഹത്തിന് ആദ്യം ഭഗവാനെ കൊണ്ടുവരാത്തതിന് പരിഭവം വിചാരിച്ചു പോകുന്നവർ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞയച്ച ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് തിരിച്ചു കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി അന്യോന്യം നമസ്കരിച്ച് അവർ കൃതാർത്ഥരായി. 2 കൂട്ടരും പരമാനന്ദത്തിൽ ആറാടി. ജ്ഞാനത്തിന് ഭക്തിയും കിട്ടി, ഭക്തിക്ക് ജ്ഞാനവും കിട്ടി. ഈ വിധത്തിൽ വേണം സത്സംഗം നടക്കാൻ. അല്ലാണ്ട് ഒരു മാർഗം മാത്രം ശരി എന്ന് പറഞ്ഞിട്ടുള്ള രീതികൾ നമ്മളെ എവിടെയും എത്തിക്കില്ല, ഈ ധർമ്മത്തിന് എത്തിക്കില്ല. ഇതൊക്കെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജീവൻ മുക്തിക്ക് 5 ഘടകങ്ങളുണ്ട്. ഒരാൾ ജീവൻ മുക്തരായിക്കഴിഞ്ഞാൽ ജ്ഞാനം രക്ഷിക്കപ്പെടും, അറിവ് പിന്നെ പോവില്ല, ബ്രഹ്മമാണെന്ന്. അത് നിലനിർത്താൻ തപസ് ആവശ്യമാണ്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വർത്തമാനം ആൾക്കാരെ പോയി പഠിപ്പിക്കാൻ നോക്കുക, ബ്രഹ്മം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക, ഭക്തിയെക്കുറിച്ച് പറയുക. ഇപ്പോൾ ചില ആൾക്കാരെ കൊണ്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുമ്പോൾ പറയും, സാർ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ അവർക്കിപ്പോൾ എല്ലാം സയൻറ്റിഫിക് കണ്ണുകളിൽ കൂടെ വേണം പറഞ്ഞു കൊടുക്കുക, സാർ എന്താ അത് പറഞ്ഞത്? ഞാൻ അത്യാവശ്യം സയൻസ് പറയുന്ന ആളാണ്. അതായത് സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടി ഇറങ്ങി നടന്ന് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നിരീശ്വരവാദിയായി ഇംഗർസോളും കോവൂരും മാത്രം വായിച്ച് സത്യസായിബാബയെ ചാലഞ്ച് ചെയ്തിട്ട് കത്തെഴുതി വരുത്താണ് നിങ്ങളുടെ മുന്നിലിരുന്ന് ഭാഗവതം പറഞ്ഞത്. ആ എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് അനുഭവങ്ങളുടെ തീച്ചൂളെ കൂടെയാണ്. അപ്പം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കും. നമ്മൾ പോയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ട ഒരാളല്ല. വേണ്ടവൻ വരണം, അത് വരും. ആർക്കും വരേണ്ടവനെ തടയാനും പറ്റില്ല, വരാൻ മനസ്സില്ലാത്തവനെ വലിച്ചു കൊണ്ടുവരാനും സാധിക്കില്ല. അതാണ് ഈ ധർമ്മത്തിൻ്റെ ഭംഗി. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, സാക്ഷാൽ മഹാദേവൻ ആദ്യത്തെ ഗുരു സപ്തർഷികളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കും അടിച്ച് പഠിപ്പിച്ചിട്ട് ഒന്നും കൊടുക്കരുത്. ഒരച്ചു നോക്കി, നല്ലോണം ഒരച്ചു നോക്കി മാത്രമേ എന്തെങ്കിലും കൊടുക്കാവൂ. പിന്നെ ചോദ്യം വരണം, അപ്പോഴേ അടുത്തത് കൊടുക്കാവൂ. അടുത്ത ചോദ്യം വരണം. അറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മത്തിലില്ല, അറിവിൻ്റെ കാര്യത്തിൽ. കാരണം എന്നാലേ വില വയ്ക്കുള്ളൂ. ഉദ്ധവനും ഗോപികൾക്കും അതിൻ്റെ വിലയുണ്ടായിരുന്നു. ഉദ്ധവൻ കുറച്ച് പുച്ഛത്തോടെ പോകണം. എന്നെ എന്തിനാ ഈ സ്ത്രീകളുടെ അടുത്ത് സന്ദേശമായി കൊടുത്തയക്കാനായിട്ട് അയക്കണ ഭഗവാൻ എന്ന് കരുതി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഞാനൊന്നുമല്ല, ഇവരുടെ കാലിൻ്റെ അടിയിലെ പൊടിയാവാൻ പോലും എന്നെക്കൊണ്ട് യോഗ്യതയില്ല എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലായി. ഉദ്ധവൻ ബുദ്ധിസത്തമനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈഗോ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ ജ്ഞാനമാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവരിൽ തന്നിലുള്ളതിനേലും അധികം ബ്രഹ്മഭാവത്തിനെ കണ്ടു. അവർക്കാകട്ടെ ഉദ്ധവൻ്റെ ജ്ഞാനസ്വരൂപം കൊണ്ട് അവരുടെ ഭക്തിക്ക് സമമായിട്ടുള്ള ദർശനമുണ്ടായി, സമ്യക് ദർശനമുണ്ടായി, സുദർശനമുണ്ടായി.
സുദർശനമില്ലാത്ത ഭക്തിയാണെങ്കിലും ജ്ഞാനാണെങ്കിലും അപകടമാണ്. അതുകൊണ്ട് ഭഗവാൻ താഴെ പിടിക്കണേ വരെ പൊക്കി പിടിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കണം. ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ശംഖും ചക്രവും പൊക്കിയാണ് പിടിച്ചിരിക്കുന്നത്. നോക്ക് കണ്ടോ, താഴെ പിടിച്ച് നീ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എന്നെ അറിയണമെങ്കിൽ സമ്യക്കായ ദർശനം വേണം. മനുഷ്യൻ്റെ കണ്ണെപ്പോഴും ഇടത്തുനിന്ന് വലത്തോട്ടാ സഞ്ചരിക്കുക. സിനിമയിൽ അതുകൊണ്ട് വില്ലനെ ഇടത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയും, ഞെട്ടലുണ്ടാക്കാൻ. സ്ക്രീനിൻ്റെ ഇടത്തുനിന്ന്, നമ്മുടെ ഇടത്തുനിന്ന് വലത്തോട്ടാണ് കണ്ണു പോവുക. നമ്മൾ ഇങ്ങനെയാണ് പുസ്തകം വായിക്കുക, ഇങ്ങനെ വായിക്കുക. ഇങ്ങനെയാണ് നമുക്ക് കണ്ണിൻ്റെ സ്കാനിങ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാളെ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കണ്ണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഞെട്ടൽ വരും, പെട്ടെന്ന് ഞെട്ടൽ വരും. അതുകൊണ്ട് വില്ലനെ എപ്പോഴും ഇവിടുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു റൂളുണ്ട് ക്യാമറയിൽ ഫ്രെയിം വയ്ക്കുമ്പോൾ. അപ്പോൾ അതേപോലെ ആ ഞെട്ടൽ ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഒരു സ്ഫോടനം ഉണ്ടാക്കണം അകത്ത്. അതുപോലെയാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പോട്ടെ. അത് കഴിഞ്ഞ് ഉദ്ധവൻ ആ ഗോപികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വണ്ട് പറന്നു വന്നു. വണ്ട് പറന്നു വരുന്നതും, വണ്ടിനൊക്കെ താന്ത്രികമായിട്ടും അർത്ഥങ്ങളുണ്ട്. ഭുവനേശ്വരി ബീജം തന്നെ അതാണ്, പ്രകൃതിയുടെ ശബ്ദം. അപ്പം പ്രകൃതിയെ കുറിക്കാനാണ് വണ്ടിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ഭ്രാമരി എന്ന് പേരുണ്ട്, ദേവിക്ക് ഭ്രാമരി എന്ന് പേരുണ്ട്. ഭ്രാമരീതി വിഖ്യാതം തന്നെ നാ ഭവിഷ്യതി എന്ന് പറയും. ഞാൻ ഭ്രമത്തിനെ നശിപ്പിക്കുന്നവൾ ഭ്രാമരി. നമ്മുടെ ഭ്രമങ്ങളെ, പ്രകൃതിയിൽ നമുക്ക് പലതും കണ്ടു, ഇതൊക്കെ എന്താ വിചിത്രം ആശ്ചര്യമായിട്ടുള്ള കാഴ്ചയാണെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാഴ്ചകളാണെങ്കിലും അതൊക്കെ ഭ്രമ. ആ ഭ്രമത്തിനെ ഇല്ലാണ്ടാക്കുന്നവൾ, അതിൻ്റെ ശത്രുവായിട്ടുള്ളവൾ ഭ്രാമരി. അവൾക്കൊരു മൂളക്കം ഉണ്ടാവും. ഈ മൂളിലാണ് ഭുവനേശ്വരി ബീജമായിട്ടുള്ള ഹ്രീങ്കാരം നിൽക്കുന്നത്. ഭുവനേശ്വരി ബീജത്തിൻ്റെ ഉപദേശം ശരിക്ക് കിട്ടുമ്പോൾ അത് ഈ മൂളൽ പോലെ ഉണ്ടാവും. അത് ഗർഭപാത്രത്തിനെ ഉറപ്പിക്കും. സ്ത്രീകൾ ചെല്ലേണ്ട ശക്തിപ്രണവം അതാണെന്നാണ്. സ്ത്രീകൾ ഒരിക്കലും ഓംകാരത്തിന് ആഞ്ഞു ചെല്ലരുത്. ഓം ചെല്ലാൻ പാടില്ല എന്നല്ല, ആഞ്ഞു ചെല്ലരുത്. എന്ന് പറഞ്ഞ് എടുക്കണം, വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പ്രസവിക്കാത്ത സ്ത്രീകളാണെങ്കിൽ, ചെറുപ്പക്കാരികളാണെങ്കിൽ ഗർഭപാത്രത്തിന് ഇളക്കം തട്ടും. അത് വലിയ ഗർഭപാതവും പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കാരണം താഴത്തുനിന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്നതാണ് ശിവൻ്റെ ശക്തി. ശ്രീചക്രത്തിലെ മേലോട്ടുള്ള ട്രയാങ്കിൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓം ഇങ്ങോട്ടാണ് പോണത്. ഭുവനേശ്വരി മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി അമർത്തി സ്ഥിതി കൊടുക്കും, ബലപ്പെടുത്തും ഗർഭപാത്രത്തിന്. അതുകൊണ്ട് ഹ്രീങ്കാരം ശക്തിബീജം ചൊല്ലി സ്ത്രീകൾ ശീലിക്കണം എന്ന് പറയും. ആ ശക്തിബീജത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ജ്ഞാനവും ഭക്തിയും ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ പ്രകൃതിയുടെ ഒരു ആവിർഭാവം ഉണ്ടാവുന്നു, ശുദ്ധ പ്രകൃതിയുടെ. ഭ്രാമരി എന്ന് പറയും. ആ ഭ്രമരത്തിനെ കാണുമ്പോൾ പ്രകൃതിയുടെ ചിന്ത, ജ്ഞാനത്തിലും ഭക്തിയിലും മുഴുകിയിരിക്കുന്നവർക്ക് പ്രകൃതത്തിൻ്റെ ഓർമ്മ വരുന്നത് കൊണ്ട് പ്രകൃതിയുടെ സ്വാധീനം വരാതിരിക്കാൻ എന്തു ചെയ്യണം? അതിലും ഭഗവാനെ കാണണം. അതിലും ഭഗവാനെ കണ്ടില്ലേ നമ്മളെ സംസാരം വലിച്ചോണ്ടു. അതുകൊണ്ട് ഒരു ഗോപി എന്ത് ചെയ്യുന്നു? ആ വണ്ടിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നീ കണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദിക്കുമ്പോൾ ആരോപിക്കണം, ഭഗവാനെ അതിൽ കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സാധകൻ വീണു പോകാൻ സാധ്യതയുണ്ട്. പ്രകൃതിയുടെ സ്പർശം വരുന്നുണ്ടെങ്കിലും വീണ്ടും പിടിച്ചു കയറി നിൽക്കണം. ആ അതാണ് ഭ്രമരഗീതം എന്ന് പറയുന്നത്. ഭ്രമരഗീതം ശരിക്ക് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു രചനയാണ്. ബ്രഹ്മവിദ്യയിൽ ഉറച്ചു നിൽക്കുന്നവർ നിത്യേന പഠിക്കേണ്ട ഒരു കൃതിയാണ് ഭ്രമരഗീതം. ആ ഭ്രമരഗീതം ചൊല്ലുന്ന ഗോപിക ആരാണെന്ന് ഭാഗവതം പറയണില്ല. അത് രാധയാണെന്ന് പിൽക്കാലത്ത് വന്നിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഭാഗവതത്തിൽ എവിടെയും രാധ എന്നൊരു വാക്ക് കാണില്ല. വേദത്തിൽ രാധയുടെ അർത്ഥം ബ്രഹ്മാനന്ദം എന്നാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ ഹൃദയത്തിൽ ഹ്ലാദിനീ ശക്തിയാണ്. ഭഗവാന്റെ ഹൃദയത്തിലുള്ള സന്തോഷം സ്ത്രീരൂപം എടുത്തിട്ടുള്ളതാണ് രാധ. ഈ രാധയ്ക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ, കാരണം അത് ഭഗവാനോട് സദാ ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്നുള്ളൊരു സംഭവമാണ്, ഒരു അർത്ഥമാണ്. അപ്പോൾ രാധ പ്രകൃതിയാണ്. ഗൗഡീയ വൈഷ്ണവത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷനാണ്. സാങ്കേത്തിലെ ശൈവത്തിലെ ശക്തി ശിവന്മാരാണ്. അതേമാതിരി വൈഷ്ണവത്തിലെ ലക്ഷ്മി നാരായണന്മാരാണ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കൗമാരത്തിലെ വള്ളിയും മുരുകനുമാണത്. ഈ ക്രമത്തിൽ വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതിയുടെ സ്പർശം വരുമ്പോൾ ഈ ഒരു ഗോപിയെ സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ അവളെ രാധ എന്ന് വിളിക്കാനുള്ള കാരണം കണ്ടെത്തിയിട്ടുണ്ടാവാം ആചാര്യന്മാർ. അതായിരിക്കാം രാധ എന്ന് പറയുന്നത്. ഞാൻ പൊതുവിൽ രാധാസങ്കല്പത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരാളാണ്. എൻ്റെ പല പ്രഭാഷണങ്ങളും ഞാനത് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഞാനത് പറയുന്നില്ല. നമുക്ക് അടുത്ത
സങ്കല്പത്തിലേക്ക് പോവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ അതിനുശേഷം ഭഗവാന്റെ സന്ദേശം അവരെ കേൾപ്പിച്ച് അവരെ സമാധാനിപ്പിച്ച് ഉദ്ധവൻ മടങ്ങുന്നു. ഇവിടെ ഭഗവാൻ നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റികൾ കംസൻ്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ, അത് മായയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഭഗവാന്റെ നേരെ തിരിയണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ശരീരത്തിന് വളവുള്ള ത്രിവക്രയുടെ കഥ പറഞ്ഞിരുന്നു. ഭഗവാൻ താടിക്കൊരു തട്ട് കൊടുത്ത് അവളെ നേരാക്കിയത് പറഞ്ഞിരുന്നു. ഭഗവാൻ വാക്ക് കൊടുത്തതനുസരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലണം. അതായത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഉടനെ തന്നെ ഈശ്വരൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എത്ര വലിയ സേവനം ചെയ്താലും ഭഗവാന്റെ അനുഗ്രഹം ചിലപ്പോൾ ഫലത്തിൽ വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടോ ആവാം, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ സൈരന്ധ്രി അനുഗ്രഹിക്കണം. അതിനുശേഷം ജ്ഞാനത്തിൻ്റെ രൂപമായിട്ടുള്ള അക്രൂരൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. അക്രൂരനും ജ്ഞാനസ്വരൂപിയാണ്, ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് അക്രൂരന്. ആ അക്രൂരന് മാത്രമേ ഭഗവാനെ ആകർഷിച്ചുകൊണ്ട് വരാനും പറ്റുള്ളൂ. ബ്രഹ്മഹൃദത്തിൽ ജലത്തിൻ്റെ ഉള്ളിലും സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ദർശനം ഉണ്ടാവണമെങ്കിൽ അക്രൂരൻ്റെ പോലെ ഉള്ള ക്രൗര്യമില്ലാത്ത, രണ്ട് എന്നെന്ന് വേറിട്ടതാണ് മറ്റേ ആളെന്ന് തോന്നിയാലല്ലേ ക്രൂരത എന്നുള്ള വികാരം ഉണ്ടാവുള്ളൂ. അതില്ല. എല്ലാവരും ഒരേപോലെ കാണുന്നവനാകുമ്പോൾ അവന് ക്രൂരത ഉണ്ടാവില്ല. എല്ലാം ബ്രഹ്മമാണെന്ന് കാണുന്ന ഒരാൾക്ക്. അങ്ങനെയുള്ള അക്രൂരൻ്റെ വീട്ടിലേക്ക് രാമനും കൃഷ്ണനും കൂടെ ചെല്ലണം. അവിടെ ആതിഥ്യം സ്വീകരിക്കണം. എന്നിട്ട് പറയണു, എൻ്റെ കസിൻസ് ഹസ്തിനപുരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങ് പോയിട്ട് അവരെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കണം. ഞാൻ ദ്രൗപദിയെക്കുറിച്ച് പാഞ്ചാല വംശം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദ്രൗപദി യജ്ഞവേദിയിൽ നിന്ന് ജനിച്ചവളാണ്. ദ്രൗപദി അറിവാണ്. അറിവ് 5 ഇന്ദ്രിയങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് 5 പേരുടെ ഭാര്യയായിട്ടും പറയണത്. 5 ഇന്ദ്രിയങ്ങളാണ് പഞ്ചപാണ്ഡവന്മാർ. 5 ഇന്ദ്രിയങ്ങളുടെ ഓരോ സ്വഭാവം അവരിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ക്ഷേമത്തിനായിട്ട് അന്വേഷിക്കാനായിട്ടാണ് അക്രൂരനെ പറഞ്ഞയക്കണത്. അക്രൂരൻ ആരാ കാണാൻ പോണ്? വെളിച്ചം അറിവായിട്ടുള്ള അക്രൂരൻ കണ്ണ് കാണാത്ത താമസഗുണിയായിട്ടുള്ള ധൃതരാഷ്ട്രരെ കാണാൻ, അജ്ഞാനരൂപിയായിട്ടുള്ള ധൃതരാഷ്ട്രരോട് സംസാരിക്കാനായിട്ട് അവിടേക്ക് ചെല്ലണു. സംസാരിക്കണം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, തിരിച്ചു വരണം. ഇതിനുശേഷം ജരാസന്ധൻ്റെ യുദ്ധം പറയണു. ജരാസന്ധൻ പ്രാരബ്ധത്തിൻ്റെ രൂപമാണെന്ന് പറയണു. കാരണം ഈ എന്താ പറയുക, മായയ്ക്ക് 2 ഭാഗമുള്ളത്. ഒന്ന് ആവരണശക്തി എന്ന് പറയും, 2 വിക്ഷേപശക്തി എന്ന് പറയും. ആവരണം എന്ന് പറഞ്ഞാൽ റാപ്പിംഗ്, മൂടിക്കിടക്കും, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. വിക്ഷേപശക്തി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് 100%. എനിക്കിപ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് അല്ലേ കാണിച്ചു തരാൻ പറ്റും. വിക്ഷേപശക്തി, ആവരണശക്തി പോയാലും വിക്ഷേപശക്തി അത്ര എളുപ്പം പോവില്ല, ഡിസ്ട്രാക്ഷൻ പോവില്ല. മായയാകണ ആവരണമായിരുന്നു കംസൻ, പക്ഷെ വിക്ഷേപശക്തി അപ്പോഴും നിൽക്കുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻസ് ശരീരത്തിൽ അപ്പോഴും നിൽക്കും. നോക്കൂ, കംസൻ്റെ മരണം കൊണ്ട് ആവരണശക്തി നീങ്ങി. ഭഗവാൻ സാന്ദീപനിയുടെ അടുത്ത് പോയി വിദ്യ പഠിച്ചു. സാന്ദീപനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനപ്രകാശം എന്നർത്ഥം, അറിവിൻ്റെ പ്രകാശം എന്നാണ് സാന്ദീപനിയുടെ വാക്കിൻ്റെ അർത്ഥം. അവിടെ പോയി ഭഗവാൻ വേദം പഠിച്ചു. വേദം പഠിച്ച് തിരിച്ചു വന്നു. അപ്പോൾ എന്നാലും അങ്ങനെ ജ്ഞാനം കിട്ടിയാലും മുമ്പേ നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ള ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ മാതിരി ശീലങ്ങൾ പോകുന്നില്ല. എന്തും ശീലിച്ചാൽ അപകട, എന്തും നല്ലത് ശീലം ചീത്ത ശീലം എന്നില്ല. എല്ലാ ശീലങ്ങളെയും ത്യജിക്കുന്നതാണ് ഗീത പഠിപ്പിക്കുന്നത്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഗീതയുടെ സന്ദേശം ഒറ്റ വാക്കി പറയാൻ പറഞ്ഞപ്പോൾ അതിനെ ഗീത എന്നുള്ളത് തിരിച്ചിടാൻ പറഞ്ഞത്, ത്യാഗി എന്ന് കിട്ടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആവരണഭംഗം വന്നു കഴിഞ്ഞാൽ പിന്നെയും ചില വിക്ഷേപങ്ങൾ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട 2 വിക്ഷേപങ്ങൾ കംസൻ്റെ 2 ഭാര്യമാരെ പറയുന്നുണ്ട്. പ്രാരബ്ധത്തിൻ്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസ്ഥിയല്ല, അത് രഥത്തിൻ്റെ തായാണ്. ഇത് തറ അല്ലെങ്കിൽ തല എന്നുള്ളതിൻ്റെ ആ അസ്ഥിയാണ്. അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമുള്ളതിനെയാണ് അസ്ഥി. അതാണ് നമ്മൾ സംസ്കൃതത്തിൽ അസ്തിത്വം, എൻ്റെ അസ്തിത്വം, എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് നമ്മൾ പറയണം. ശരീരമുള്ള അവസ്ഥയാണ് അസ്തിത്വം. എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ഇഫ് യു ഹാവ് ടു എക്സിസ്റ്റ് യു ഹാവ് ടു ഹാവ് എ ബോഡി. അതുകൊണ്ട് അസ്ഥി ശരീരമാണ്. അപ്പോൾ ശരീരത്തിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. ആവരണം പോയി, പക്ഷെ ശരീരം ഇരിക്കുന്നത് കൊണ്ട് ഈ പ്രാണൻ്റെ സഞ്ചാരം ആവേഗം ഉണ്ടാക്കും. പൂതനെ സംഭവിപ്പിച്ച പോലെ ഭഗവാന്റെ 3-ാമത്തെ ദിവസം ഈ പ്രാണൻ്റെ ആവേഗമാണ് മായയുടെ ആവരണം ഉണ്ടാക്കുന്നത്. ആ പൂതനെയാണ് ഭഗവാൻ കൊന്നതെന്ന്. അത് വീണ്ടും ഇവിടെ വരും. പ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമുള്ളത് കൊണ്ട്, അസ്ഥി ഉള്ളത് കൊണ്ട് ചില വ്യവഹാരങ്ങൾ, ചില ആക്ടിവിറ്റികൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു മേലധികാരിയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കീഴുദ്യോഗസ്ഥരെ ചീത്ത പറയേണ്ടി വരും. അവർ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാൽ പോലും ചില നേരങ്ങളിൽ നമ്മൾ മറക്കും, അവരെ ചീത്ത പറയേണ്ടി വരും. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പ്രാക്ടിക്കൽ അദ്വൈതം ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്.
എന്താ പറയാറ്, പാമ്പാകണ ബ്രഹ്മത്തിനെ വടിയാകണ ബ്രഹ്മം കൊണ്ട് നമ്മളാകണ ബ്രഹ്മം തല്ലിക്കൊന്നില്ലെങ്കിൽ നമ്മളാകണ ബ്രഹ്മത്തെ പാമ്പാകണ ബ്രഹ്മം കടിച്ചു കൊല്ലും. ഇതാണ് പ്രാക്ടിക്കൽ അദ്വൈതം. ഈ പ്രാക്ടിക്കൽ അദ്വൈതം മറക്കരുത്. എന്നിട്ടും ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പം നല്ലത് തീയതെന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിലില്ല. യുദ്ധം വരേണ്ട അവിടെ യുദ്ധം വരണം. ഗീത പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ ഈ ആവരണഭംഗം വന്നതിന് ശേഷം കുറച്ച് അവിദ്യയൊക്കെ ഇരിക്കണമുണ്ട്. ജ്ഞാനികൾക്ക് പോലും വിക്ഷേപം ഉണ്ടാവും. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ കൊണ്ടുവരണത്. പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഇനി അതെങ്കിലും കിടക്കണ്ടേ, അതും പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാരബ്ധത്തിൻ്റെ രൂപമുള്ള ജരാസന്ധൻ, ആ ജരാസന്ധൻ്റെ 2 പെൺമക്കൾ ശരീരമുണ്ടെന്ന് നമ്മളെ അറിയിപ്പിക്കണം. അസ്ഥിയും ശരീരമുള്ളത് കൊണ്ട് നമുക്ക് വരുന്ന വിക്ഷേപങ്ങളും ഡിസ്ട്രാക്ഷൻസുമായിട്ടുള്ള പ്രാപ്തിയും കൂടെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് നെഞ്ഞത്തടിച്ച് കരയും. ഞങ്ങളുടെ ഭർത്താവിനെ കൊന്നു, ഞങ്ങളുടെ ഭർത്താവിനെ കൊന്നു പറഞ്ഞു. ജരാസന്ധൻ പ്രാരബ്ധത്തിന് അത് കേൾക്കുമ്പോൾ സഹിക്കില്ല. പ്രാരബ്ധം 17 പ്രാവശ്യം 23 അക്ഷൗഹിണികളോട് കൂടിയിട്ട് ആക്രമിച്ചു മധുരെ. എന്താ മധുരെ ആക്രമിക്കുന്നത്? മനസ്സിനെ ആക്രമിച്ചു. പ്രാരബ്ധം മനസ്സിനെ ആക്രമിക്കും. ശരീരം ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് എന്നും മനസ്സാണ് അനുഭവിക്കുക. രോഗം വന്നാൽ പോലും ശരീരം അനുഭവിക്കണേക്കാട്ടിലും മനസ്സനുഭവിക്കും അല്ലേ? അപ്പം മനസ്സിനെ ആക്രമിച്ചു. മനസ്സിനെ ആക്രമിച്ചപ്പോൾ ഭഗവാൻ ബലരാമനോട് പറയും. ബലരാമൻ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ജരാസന്ധനെ പിടിക്കും. ജ്ഞാനത്തിന് പെട്ടെന്ന് എന്തിനും നശിപ്പിക്കാൻ പറ്റും. ബലരാമൻ പിടിക്കും ജരാസന്ധനെ, കൊല്ലാൻ പോകുമ്പോൾ പറയും ആയിട്ടില്ല, ഇവന് ഇപ്പം കൊന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതോടുകൂടിയിട്ട് ഈ യുദ്ധം കഴിയും. മറ്റേത് ഇവൻ ഓരോ തവണയും പോയിട്ട് പുതിയ 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 ദുഷ്ടന്മാരെയും കൂട്ടിയിട്ട് വരും. നമുക്ക് അത്രയും പേരെ കൊല്ലാമല്ലോ ഇവനെ വിട്ടയച്ചാൽ. ഓരോ തവണ ഇവൻ ഓരോ സെറ്റായിട്ട് കൊണ്ടുവരുന്നവർ കൊന്ന് മാക്സിമം ആകുമ്പോൾ ഇനി ബാക്കി ആരും ഇല്ല എന്നാകുമ്പോൾ നമുക്ക് ഇവനെ തട്ടാം. അതായത് പ്രാരബ്ധത്തിന് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. പ്രാരബ്ധത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പം വരുന്ന മാക്സിമം ദോഷങ്ങളെ ഊറ്റിയെടുത്ത് കൊല്ലുക. ഇതാണ് ബ്രഹ്മവിദ്യ കൊണ്ട് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി ഗൃഹസ്ഥാശ്രമത്തിൽ ഓടിക്കളയരുത്. നമ്മുടെ ദോഷവാസനകളെ തിരിച്ചറിയാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. എന്നിട്ട് ഇരുന്ന് ആ മനസ്സിനെ ആക്രമിക്കണം. ഓരോന്നിനെ ജരാസന്ധനെ മാത്രം കൊല്ലാതെ വിടണം. അങ്ങനെ ഓരോ തവണയും ജരാസന്ധനെ 17 പ്രാവശ്യം അവനെ അപമാനിച്ച് വിട്ടു. 18ാമത്തെ തവണ അവൻ വരണമെന്ന് കണ്ടപ്പോൾ ഓക്കെ, സാച്ചുറേഷൻ പോയിൻ്റായി. ഇനി ഇതിൽ കൂടുതൽ ഈ മനസ്സിന് താങ്ങില്ല, ഇനി മനസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് മോക്ഷദ്വാര രൂപിയായിട്ടുള്ള 9 ദ്വാരങ്ങളുള്ള 92 തുറമുഖങ്ങളുള്ള ദ്വാരകയെ ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണ്. മയനെ കൊണ്ട് സൃഷ്ടിപ്പിച്ചു, അല്ല വിശ്വകർമാവിനെ കൊണ്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്നൊരു ദ്വീപായിരുന്നു കുശസ്ഥലി എന്ന് പറഞ്ഞിട്ട്, അനർത്ഥത്തിലെ രാജാവിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകളാണ് രേവതി. പിന്നീട് ബലരാമൻ കല്യാണം കഴിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് 1 ദിവസത്തേക്കൊന്നും പോയതാ, മകൾക്ക് നല്ലൊരു ചെക്കനെ കിട്ടുമെന്നറിയാം. തിരിച്ചുവിടാൻ ഭൂമിയിൽ വന്നപ്പോൾ ആൾക്കാരൊക്കെ ചെറുതായി പോയി, യുഗങ്ങൾ കഴിഞ്ഞു, എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് ബലരാമനെ കാണുന്നത്. ബലരാമൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ അനർത്ഥ രാജാവിൻ്റെ കുശസ്ഥലി എന്ന് പറയുന്ന ദ്വീപ് കടലിൻ്റെ അടിയിൽ പോയിട്ടായിരുന്നു. ഭഗവാൻ തൻ്റെ സങ്കല്പം മാത്രം കൊണ്ട് അതിനെ ഉയർത്തിയെടുത്തു. അതായത് ചില ഘട്ടങ്ങളിൽ സാധകൻ തൻ്റെ പ്രാരബ്ധ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരം സ്വീകരിച്ചു എന്ന് വരും. പുതിയ ശരീരം സ്വീകരിക്കും. ഇപ്പം നമ്മൾ ഭോഗമഹർഷി 3 തവണ ശരീരം മാറ്റിയ കഥ നമുക്ക് കേൾക്കാൻ പറ്റും. പഴനിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആളാണ്. അതിലൊരു ശരീരമാണ് താവോയിസം ഉണ്ടാക്കിയ ലാവോത്സയുടെ ശരീരം എന്നാണ് പറയണം. അത് വേറൊരു മേഖലയാണ്. വലിയ കടൽ പോലെ കിടക്കണ കഥകളാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ശരീരം സ്വീകരിക്കും. ഒരു ശിവൻ്റെ പാർഷദനായിട്ടുള്ള ഒരു പ്രമുഖൻ ആദിനാഥൻ ആ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ തെക്കോട്ട് അഗസ്ത്യനെ കാണാൻ പോകുന്ന വഴിക്ക് വഴിയിൽ പശുക്കൾ നിന്ന് കരയണു. നോക്കുമ്പോൾ ഒരു ഇടയൻ മരിച്ചു കിടക്കുകയാണ്. പശുക്കൾക്ക് ആ ഇടയനോട് അത്രയും അറ്റാച്ച്മെൻറ്റാണ്. മൂലൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ പശുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് തൻ്റെ ശരീരത്തിനെ അവിടെ ഇട്ടിട്ട് തൻ്റെ പ്രാണനെ ഈ ശരീരത്തിൽ കയറ്റി. അപ്പോൾ പശുക്കളൊക്കെ സന്തോഷിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിൽ രമിച്ചിരുന്നു. ആ നേരത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഒറിജിനൽ ശരീരത്തിനെ മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ മൂലൻ്റെ ശരീരത്തിൽ കയറിയ ആൾ ബ്രഹ്മജ്ഞാനി. കാരണം അദ്ദേഹത്തിന് പുതിയ ശരീരം. അതാണ് തിരുമൂലർ. തിരുമൂല നായനാരുടെ കഥ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് ചിദംബരം ക്ഷേത്രം. ചിദംബരം രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമാധിയാണ്. തിരുമന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് അദ്ദേഹമാണ്. തമിഴ് വേദമാണത്. അപ്പോൾ അതുപോലെ ഭഗവാൻ ഒരു പുതിയ ശരീരത്തിനെ സ്വീകരിപ്പിക്കുകയാണ് ആ സാധകനെ കൊണ്ട്. അത് ചിലപ്പോൾ സന്യാസം എന്നുള്ള അർത്ഥത്തിലാവാം, അതല്ല ശരീരം കളഞ്ഞ് പുതിയൊരു ശരീരമാവാം. ദുഷിച്ചുപോയ മനസ്സിനെ മധുരയെ ഉപേക്ഷിച്ച്, പ്രാരബ്ധത്തിൻ്റെ ആക്രമണം കൊണ്ട് തകർന്നു പോയ മധുരയെ ഉപേക്ഷിച്ച് അദ്ദേഹം ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി എന്താ, പിന്നെ 18ാമത്തെ തവണ ഭഗവാൻ ഓടിപ്പോയി തന്നെ പേടിച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് പ്രാരബ്ധം തിരിച്ചുപോയി. ഇങ്ങനെയാണ് ആ കഥ. ദ്വാരകയുടെ നിർമ്മിതി വരുന്നു. അതിനുശേഷം ഭഗവാൻ വേറൊരു വലിയ ജാലവിദ്യ കാണിക്കും.
എല്ലാവരെയും ദ്വാരകയെ കൊണ്ടുവന്ന് സെറ്റിലാക്കിയതിന് ശേഷം നല്ല മാലകളൊക്കെ ഇട്ട് കുറിക്കൂട്ടൊക്കെ ഇട്ടിട്ട് മൂപ്പര് ഏട്ടൻ്റെ അടുത്ത് മാത്രം ഒരു നോട്ടം കൊണ്ട് അവർ തമ്മിൽ അങ്ങനെയാണ്, മനസ്സിൽ പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചറിയും. അത്ര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. രുക്മിണിയുടെ ചേട്ടൻ രുക്മിയെ ബലഭദ്രൻ അടിച്ചു കൊന്നപ്പോൾ പോലും ഭഗവാൻ ഏട്ടാ എന്തിനാ കൊന്നത് എന്ന് ചോദിച്ചില്ല അത്ര. ഏട്ടനെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അങ്ങനെയായിരുന്നു. അറിഞ്ഞു പെരുമാറും ഏട്ടനും അനിയനും അതിനനുസരിച്ചായിരുന്നു. അതിപ്പോഴാണ് സാഖ്യവും യോഗവും അങ്ങനെയാണ് നിൽക്കുക. ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ദ്വാരകയിൽ നിന്ന് അംഗരക്ഷകരില്ലാണ്ട് സുദർശനമില്ലാണ്ട് വാള് ഒന്നും അമ്പും വില്ലും ഒന്നും എടുക്കാണ്ട് നിരായുധനായിട്ട് റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം അക്കാലത്ത് ഭഗവാനെ ഏറ്റവും കൂടെ ദ്രോഹിച്ചിരുന്ന മറ്റൊരുത്തനാണ് കാലയവനൻ. കാലയവനും ഒരുപാട് സിംബോളിസങ്ങളൊക്കെ ഉണ്ട്. ആ കാലയവനൻ നോക്കുമ്പോൾ ഇതേ കൃഷ്ണൻ റോട്ടിൽ കൂടെ തന്നെ നടന്നു പോകണം, അവനെ കൊല്ലാൻ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടി. അപ്പോൾ ഭഗവാൻ ഓടാൻ തുടങ്ങി. ഇവൻ പുറകെ അങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി, അതിൻ്റെ ഉള്ളിൽ കയറി മറിഞ്ഞു കളഞ്ഞു. നോക്കുമ്പോൾ ആരോ മൂടിപ്പോയിച്ച് കിടക്കുന്നുണ്ട്. കാലവേനം പെട്ട് കള്ള ഭീരു എന്നെ പേടിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുകയല്ലേ പെട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ചാടി എണീച്ച് നോക്കി, ആ കണ്ണ് തുറന്ന് ആ ചവിട്ട് കൊണ്ടേ തുറന്ന് നോക്കിയതും കാലവേനെ നോക്കി കാലവേനം ഭസ്മമായിപ്പോയി. അത് മുചുകുന്ദ രാജാവായിരുന്നു. രാജാവ് അനവധി വർഷം ദേവാസുര യുദ്ധം ചെയ്ത് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുക. അപ്പോൾ വരം മേടിച്ചിട്ടുണ്ട്, ആരെൻ്റെ ഉറക്കത്തിനെ ശല്യപ്പെടുത്തുന്നോ അവൻ ഭസ്മമായി പോകണം. അത് കഴിഞ്ഞ് ആദ്യത്തെ നോട്ടത്തിലെ പ്രശ്നമുള്ളൂ. കാലേവനം കഴിഞ്ഞപ്പോൾ ഭഗവാൻ മെല്ലെ ഗുഹയുടെ ഉള്ളത് പുറത്ത് കാണാവുന്ന രൂപത്തിൽ ചതുർബാഹുവായിട്ട് വന്നു. അപ്പോഴാണ് നാരദൻ പണ്ട് പറഞ്ഞത് ഓർമ്മ ഒരു 28ാമത്തെ ചതുർയുഗത്തിൽ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ജനിക്കും എന്ന് പറഞ്ഞത് ഓർമ്മ വരും. അപ്പോൾ തനിക്ക് മോക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് മുചുകുന്ദൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സ്തുതിയുണ്ട്, പഠിക്കേണ്ടതാണ്. ബ്രഹ്മവിദ്യയുടെ അടിസ്ഥാനം ഭഗവാൻ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. സങ്കടം എന്താ വെച്ചാൽ ഈ സ്തുതിയൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഓതറൈസ്ഡ് എന്നും പറഞ്ഞിട്ട് പുസ്തകം അടിച്ചിറക്കണത്. സങ്കടമാണ് ആലോചിക്കുമ്പോൾ. ഇങ്ങനെയാണ് ധർമ്മത്തിനെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി നശിപ്പിക്കുക എന്ന് പറയണത്. അങ്ങനെ മുചുകുന്ദൻ്റെ സ്തുതി കഴിയണു, ഭഗവാൻ അനുഗ്രഹിക്കണു. ഉടനെ തന്നെ മോക്ഷം കൊടുക്കുന്നില്ല, ബദരിക്ക് പോകാൻ പറയണു. ഇന്നും മുചുകുന്ദൻ തപസ് ചെയ്ത ഗുഹയുണ്ട് ബദരിയിൽ, നരപർവ്വതത്തിൽ. ആ ഗുഹയിൽ പോയി അദ്ദേഹം തപസ് ചെയ്യണു. ഭഗവാൻ പറയും, ഈ ജന്മം നിനക്ക് മോക്ഷമില്ല, പക്ഷേ നീ എൻ്റെ ഉത്തമ ഭക്തനാണ്, അടുത്ത ജന്മം നിനക്ക് ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ ജീവിതം കിട്ടും, അതിനുശേഷം നീ എന്നിൽ ലയിക്കും. ഇവിടെ ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ജാതി ബ്രാഹ്മണനാണ്, ജന്മബ്രാഹ്മണനാണെന്ന് ആരും വിചാരിക്കരുത്. ബ്രഹ്മജ്ഞാനി ആവുന്നവൻ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭാഗവതത്തിലുടനീളം ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 23 അക്ഷൗഹിണികളുള്ള പ്രാരബ്ധരൂപിയായിട്ടുള്ള ജരാസന്ധൻ, 23 അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, അതായത് പഞ്ചഭൂതങ്ങൾ, പഞ്ചപ്രാണന്മാർ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 23 തത്വങ്ങളാണ് 23 അക്ഷൗഹിണി. ഇതൊക്കെ തന്നെയാണ് കുവലയാപീഠത്തിനെ 25 അടി ദൂരേക്ക് കൊണ്ടെറിഞ്ഞപ്പോൾ ഭഗവാൻ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എറിഞ്ഞു ദർപ്പത്തിനെ എന്ന് പറഞ്ഞത്. ഇതിൽ പിന്നെ 2 വരുന്നത് ആത്മാവും ഈശ്വര തത്വവും മാത്രമാണ്. ഈ പറഞ്ഞ തത്വങ്ങളൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ശരീരത്തിലേക്ക് ഈ സഹസ്രകലശത്തിൽ ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ ചുരുക്കി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. ആ മുചുകുന്ദൻ്റെ സ്തുതി കഴിഞ്ഞതിന് ശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള രുക്മിണിയുടെ സന്ദേശത്തിൻ്റെ കഥ വരണത്. വിദർഭ എന്ന് പറയുന്ന രാജ്യത്ത് ഭീഷ്മകൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായിട്ട് രുക്മിണി എന്ന പേരോട് കൂടിയിട്ട് ബ്രഹ്മാകാര വൃത്തി ജനിച്ചിരിക്കുന്നു. ബ്രഹ്മജിജ്ഞാസയാണ് രുക്മിണി എന്ന് പറഞ്ഞാൽ. ഭഗവാന്റെയും രുക്മിണിയുടെയും കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ അർത്ഥത്തിൽ ബ്രഹ്മാനന്ദോത്സവമാണ്. ബ്രഹ്മത്തിനെ സാധകന് കിട്ടിയ നിമിഷത്തിനെ ആഘോഷിക്കലാണ്. അതുകൊണ്ട് ജ്ഞാനം പറയുന്നവൻ ആ സമയത്ത് നൃത്തം വെക്കണമെന്നാണ്. ജ്ഞാനം പറയണവൻ നൃത്തം വെച്ചോളണം. ജ്ഞാനം പറയണവന് നൃത്തം വരും, വരാതെ ഇതില്ല. അത് കഴിഞ്ഞാൽ അത് മടങ്ങും വേണം, അത് നിർത്തും വേണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും തിരുപ്പതി പറയും ബ്രഹ്മോത്സവം എന്നാണ് പറയുക. അത് ബ്രഹ്മാവ് നടത്തിയതുകൊണ്ടാണെന്നാണ് ഐതിഹ്യമെങ്കിലും അതിൻ്റെ അന്തരാർത്ഥതാണ്. ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്ന ഉത്സവം ബ്രഹ്മോത്സവം. നോക്കൂ, ആ കല്യാണോത്സവമായിട്ട് നടത്തിയപ്പോൾ തന്നെ നമ്മൾ എത്ര സന്തോഷം അനുഭവിച്ചു. അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഭഗവാനെ സാക്ഷാത്കരിച്ചാൽ എന്തുമാത്രം ആനന്ദം ആയിരിക്കുന്നു ചിന്തിക്കുക. അവർ രണ്ടുപേരും ആ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന ബ്രഹ്മത്തിൽ ചേർന്ന് നിൽക്കുന്ന ആത്മാവാണ്. നമ്മുടെയൊക്കെ ജീവനായിട്ടുള്ള ബ്രഹ്മവിദ്യ ആകണ ആ ദേവി ഭഗവാൻകൽ ചേർന്ന് നിൽക്കണം. ഇനി കർഹിത അധ്യായം പറഞ്ഞിട്ട് തിരുമേനി വായിച്ചിട്ടില്ല, അത് ഉച്ചയ്ക്ക് ശേഷം വായിക്കും. 60ാമത്തെ അധ്യായം. അതിൽ ഭഗവാൻ ദേവിയുടെ ബ്രഹ്മവിദ്യ പരീക്ഷിക്കുന്നൊരു ഭാഗം കൂടി വരും. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള ഭാഗത്ത് ആദ്യം ബ്രഹ്മവിദ്യ അഥവാ രുക്മിണി ഭഗവാന് ഒരു സന്ദേശം കൊടുത്തേക്കും ബ്രാഹ്മണൻ്റെ കൈവശം. ഇന്നത്തെ മഹാരാഷ്ട്രത്തിൽ തന്നെയുള്ള രാജ്യമാണ്. അമ്മ മഹാരാഷ്ട്രക്കാരിയാണ്, അറിയാമല്ലോ. നാസിക്കിൻ്റെ അടുത്തുനിന്ന് 80 കിലോമീറ്റർ ദൂരത്തിലാണ് കൗണ്ഡിന്യപുരം എന്ന് പറഞ്ഞിട്ട് ഇന്നും ഉള്ള സ്ഥലമാണത്. അവിടെ ആയിരുന്നു കുണ്ഠിനപുരം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഒരു 10-700 കിലോമീറ്റർ കാണുമായിരിക്കും.
ഇന്നത്തെ വാർധ നദിയുടെ തീരത്തായിരുന്നു. വാർധ, അമരാവതി, നാസിക്, ഇതൊക്കെ നാഗ്പൂരൊക്കെ ചേരുന്ന ആ പ്രദേശത്തിനെയാണ് ഈ വിദർഭ എന്ന് പറയുന്നത്. ദമയന്തിയുടെ വംശത്തിൽ തന്നെ ജനിച്ചതാണ്. നളന്റെയും ദമയന്തിയും പുത്രനായിട്ടുള്ള ഇന്ദ്രസേനൻ്റെ പിൻതലമുറയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവി വന്ന്. ദേവി ഡയറക്റ്റ് ഡിസെൻഡൻ്റാണ് ഈ കഥയിൽ. ആ ദേവിക്ക് രുക്മി എന്ന് പറഞ്ഞിട്ടൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൃഷ്ണൻ്റെ ചെറിയ അമ്മായിയുടെ മകനുമായിട്ടുള്ള ശിശുപാലനുമായിട്ട് തൻ്റെ അനിയത്തിയുടെ വിവാഹം നിശ്ചയിക്കുന്നു. ദേവി വെറും ശ്രവണം കൊണ്ട് മാത്രമാണ് ഭഗവാനെ നേടിയിട്ടുണ്ടായിരുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണു എന്ന് പറയുന്ന നവധാഭക്തിയിൽ ശ്രവണം കൊണ്ട്, കേട്ടിട്ട് മാത്രം, ഭഗവാനെ കണ്ടിട്ടില്ല. മനസ്സിലാണ് ഭഗവാനെ തിരിച്ചറിഞ്ഞത്. അതാണ് ഭുവനസുന്ദര എന്ന് വിളിച്ചത്. ദൂതും അയക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഭുവനസുന്ദര എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണം അല്ലേ? നേരത്തെ കേട്ടില്ലേ തിരുമേനി അത്ര അർത്ഥഗർഭമായിട്ടും ഭാവത്തോടെ അത് ആലപിച്ചത്. ആ ഭുവനസുന്ദരൻ, ഭുവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ ആത്മാവിനെ ആര് തിരിച്ചറിയുന്നോ അവൻ സുന്ദരൻ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയണ അവസ്ഥ എന്നാണ്. അതിൻ്റെ ലഹരി ആണ് രുക്മിണി. അത് സൗന്ദര്യ ലഹരി എന്ന് നമ്മൾ വിളിച്ചാൽ ദേവിയുടെ ഏതൊരു ഭാവത്തിനാണോ സൗന്ദര്യ ലഹരി എന്ന് വിളിക്കുന്നത് അത് തന്നെയാണ് രുക്മിണി. ഒരു സംശയവും അതിലില്ല. 23-ാം തീയതി എനിക്ക് സൗന്ദര്യലഹരി പ്രഭാഷണമുണ്ട് പാലക്കാട്. അപ്പോൾ എനിക്ക് എത്തിച്ചു പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് എന്നെ വരെ സൗന്ദര്യലഹരി പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഏതൊരു ഭാവം കൊണ്ടാണോ നമ്മൾ ഭഗവാനെ സമീപിക്കേണ്ടത് ആ ഭാവത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദേവി ഭഗവാന് കത്തെഴുതണു. എന്താ കത്തെഴുതിയത്? അല്ലയോ ബ്രഹ്മമേ, നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ശരീരത്തിനെ ഞാൻ കളഞ്ഞ് ഞാൻ അടുത്ത സാധക ശരീരത്തെ എടുക്കും. ഈ ശരീരത്തിനെ കളഞ്ഞിട്ട് എനിക്ക് ഈ ലൈഫിൽ മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത ശരീരത്തെ എടുത്തേക്കും. ഞാൻ കാത്തു നിൽക്കും. എൻ്റെ കഴുത്തിൽ ഈ ദുഷ്ടൻ വിവാഹം താലി കെട്ടണ ഒരു സന്ദർഭം വരുന്ന ആ നിമിഷം അടുത്താൽ നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ എൻ്റെ ശരീരത്തെ കളഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ടാണ് ദേവി വിളിക്കുന്നത്. എന്നിട്ട് രുക്മിണിയുടെ ആ പിറ്റേ ദിവസത്തെ ആ രാത്രി ദേവി ഉറങ്ങാണ്ട കഴിച്ചു കൂട്ടണൊക്കെ ഉണ്ട്. മട്ടുപ്പാവിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും, ബ്രാഹ്മണൻ വന്നോ നോക്കണുണ്ട്. ബ്രാഹ്മണൻ പോയി ഭഗവാനെ കാണുന്നുണ്ട്. ബ്രാഹ്മണനോട് ഭഗവാൻ പറയും, ഞാൻ ഓൾറെഡി അവളെ ഇഷ്ടത്തിലാണ്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ അറിയിച്ച് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് രഥത്തിൽ കയറി പുറകിൽ കുറച്ച് ദൂരം വിട്ടിട്ട് ബലരാമൻ വലിയൊരു ചതുരംഗപ്പടയോട് കൂടിയിട്ട് അനിയനെ സഹായിക്കാനായിട്ട് പുറകിലും വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതികാലത്ത് രുക്മിണി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അമ്മയെ തൊഴാൻ നോക്കൂ. അവിടെയും ദേവിയുടെ സ്പർശം കൊണ്ടുവരണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ അനുഗ്രഹം ഇല്ലാണ്ട് മായയെ ഭഞ്ചിക്കാൻ സാധിക്കില്ല. ബ്രഹ്മവിദ്യയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ ശരീരത്തിനെ നിരാകരിച്ചുകൊണ്ട്, ശരീരിച്ച ശ്രീപാർവതിയ പ്രകൃതിയാണത്, ഇതിനെ നിരാകരിച്ചുകൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് അതിനെ കുലദേവത എന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ദേവിയെ പോയി എന്തുകൊണ്ടാണ് കാർത്യായനി പൂജ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ദേഹബോധം പോകാനാണ്, ബ്രഹ്മത്തിൽ അധിഷ്ഠാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാർത്യായനി പൂജ നടത്തുന്നത്. അങ്ങനെ ആ ശ്രുത്വാഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം ദേ എന്ന് പറഞ്ഞയച്ചാൽ ദേവി അത് എവിടെ കോൺഫിഡൻസ് നോക്കൂ. ഭഗവാൻ വരുന്ന ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണമെങ്കിൽ പോയാൽ മതിയായിരുന്നു. ബ്രാഹ്മണൻ പറയും ഭഗവാൻ വരും എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ബലത്തിൽ ആ ദേവി അമ്മയെ തൊഴാൻ പോണു. ആ ദേവിയുടെ ആ യാത്ര, ആ ഘോഷയാത്ര പോണതൊക്കെ വർണ്ണിച്ചാലും തീരില്ല. അതൊക്കെ അങ്ങനെയൊക്കെ പറയാനുള്ള അവസരമൊക്കെ ഭഗവാൻ മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ അവിടെ കിടപ്പുണ്ട് യൂട്യൂബിൽ. ആ യാത്ര അത് കാണേണ്ടതാണ്. തോഴിമാരും ബ്രാഹ്മണപത്നിമാരും വേദം ജപിക്കുന്നവരും അതിൻ്റെ അപ്പുറത്ത് അവളെ തട്ടിക്കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിശക്തരായിട്ടുള്ള സൈന്യങ്ങളും ആ ദേവിയുടെ യാത്ര അങ്ങനെ അടിവെച്ചിട്ടാണ് പോണത്. അതിൻ്റെ പോക്ക് തന്നെ മംഗളദുന്ദുവിയൊക്കെ പുഴക്കി ദേവി ആ തൊഴാൻ പോകുന്നതും അമ്മയെ കാണുന്നതും അവിടെ അമ്മയും അവളും മാത്രമേ ഉള്ളൂ. ബ്രഹ്മജിജ്ഞാസയോട് കൂടിയിട്ടുള്ള ആളും പ്രകൃതിയും മാത്രം ആ ദേവിയോട് പറയണം, ആ ഭഗവാനെ എനിക്ക് ഭർത്താവായിട്ട് തരണം, അല്ലാതൊരു ജീവിതം എനിക്കില്ല, നീ തന്നെ അതിന് വഴി കാണിച്ചു തരാൻ പറയും. എന്നിട്ട് വീണ്ടും ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങുമ്പോൾ വധുവായതുകൊണ്ട് തല പൊക്കി പിടിച്ച് നോക്കാൻ പറ്റില്ല. ചെറിയങ്ങനെ കടക്കണ്ണോണ്ട് അവിടേക്ക് നോക്കണേ, എവിടെയെങ്കിലും ഉണ്ടോ. ഈ ആളെ കണ്ടാലും അറിയില്ല. ശ്രവണം കൊണ്ട് മാത്രം സാക്ഷാത്കരിച്ചവളാണ് രുക്മിണി. ഭഗവാനെ കണ്ടിട്ടില്ല, മനഃചിത്രങ്ങളേ ഉള്ളൂ. ഇങ്ങനെ നടക്കുക. ഒരു ഘട്ടമെത്തുമ്പോൾ ശിശുപാലൻ്റെ തേരിനോട് അടുക്കും തോറും മനസ്സ് പോകും തോന്നുന്ന സമയത്താണ് കുറുക്കന്മാരൊക്കെ ഓടുന്നത് പോലെ സിംഹം വരുമ്പോൾ ചേതറിയെന്നാണ് പറയണം അങ്ങോട്ട് സകലതും. ആ സമയത്താണ് ആ തേര് ഒരു മിന്നൽ പോലെ അടുത്ത് വന്ന് നിന്നതും ഒരു കൈ വന്നങ്ങോട്ട്, മരതകം പോലുള്ള ഒരു കൈ വന്നങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചങ്ങോട്ട് കയറ്റി ആ തേരിൽ കയറ്റി ആ തേരിൻ്റെ
കടഞ്ഞാണ് അങ്ങോട്ട് ആ കുതിരകൾ അയച്ചു വിടുന്ന സമയത്ത് അങ്ങോട്ട് അടുപ്പിക്ക് വലിച്ചിട്ട് ആ സമയത്താണ് ദേവി അങ്ങോട്ട് ഭഗവാന്റെ മുഖം കാണുന്നത്. ആ നിമിഷത്തിൽ ബ്രഹ്മപ്രാപ്തിയാണ് ദേവിക്ക്. അവർ തമ്മിൽ ആദ്യം കാണുന്നത് അപ്പോഴാണ്. ഭഗവാൻ അതിന് മുന്നേ കണ്ടു, അമ്മ ഭഗവാന്റെ മുഖം കാണുന്ന അപ്പോഴാണ്. അവരങ്ങോട്ട് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല. ഭഗവാൻ അവളെയും കൊണ്ട് ആ തേരും ആയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ആഞ്ഞ് ശിശുപാലാദികൾ മുഴുവൻ പുറകെതാ അവളെ ആ കള്ളം കട്ടുകൊണ്ടു പോകണു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്തുടരാൻ നോക്കുന്ന സമയത്ത് ആ തേരങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ മുന്നിലേക്ക് രണ്ട് വശത്തുനിന്നും അങ്ങനെ യാദവ സൈന്യം വന്നിട്ട് ഒരു മതിൽ പോലെ അങ്ങോട്ട് നിന്നു. ഇതിൻ്റെ അപ്പുറത്ത് അവരങ്ങനെ തേരോടിച്ച് പോവുകയും ചെയ്തു. അവിടെ നിന്നൊരു ഭയങ്കര യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ തോൽക്കുമ്പോൾ ജരാസന്ധൻ പറയും, ഞാൻ 17 വട്ടം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, സാരമില്ല, വിധി എന്ന് പറഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ശിശുപാലനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. രുക്മി മാത്രം പിന്തുടരും. ആ രുക്മി എന്താ പറയുക, രുക്മിയെ ഭഗവാൻ വധിക്കാൻ പോവും. ദ്രൗപദി ചേട്ടനെ കൊല്ലരുത് എന്ന് പറയും, ബലരാമനും പറയും കൊല്ലരുത് എന്ന് പറയും. അതിനുശേഷം രുക്മിണിയെ ബലരാമൻ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വിശേഷ ഉപദേശമുണ്ട്. അതിനുശേഷമാണ് ദ്വാരാവതി നഗരത്തിൽ ചെന്ന് ചേർന്നതിന് ശേഷം ശരിക്ക് അവരുടെ കല്യാണം മെയിൻലാൻഡിൽ തന്നെ നടന്ന ക്ഷേത്രമുണ്ട് ഇപ്പോഴും ഗുജറാത്തിൽ, ഒരു മലയുടെ മുകളിലാണ്. അതും ഒരു ദേവിയുടെ ക്ഷേത്രം. അവിടെ വെച്ചാണ് ഈ വിവാഹം നടന്നതെന്നാണ്. അങ്ങനെ ഭഗവാൻ അഗ്നിസാക്ഷിയായിട്ട് ആ അമ്മയെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ ബ്രഹ്മോത്സവം, ശരിക്കും അതാണ് ബ്രഹ്മോത്സവം, ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പരിസമാപ്തി പൂർത്തിയാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് രുക്മിണീ സ്വയംവരത്തിനെ ഭഗവാന്റെ തൃപാദങ്ങളിൽ കാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. രുക്മിണി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അമ്മേ അംബികയെ സ്വപുത്രന്മാരോട് കൂടിയിട്ട്, ഗണപതിയോടും മുരുകനോടും കൂടിയിട്ട് കല്യാണപ്രദയായിരിക്കണം ഇന്ദിരിവടിയെ ഞാൻ എപ്പോഴും നമസ്കരിക്കണു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പതിയായി ഭവിക്കണേന്ന് എങ്ങനെയാണോ ദേവി പ്രാർത്ഥിച്ചത് അത് അതേപടി ദേവി നടത്തിച്ചു കൊടുത്തു. ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിവാൻ പുരാമാനീയ വിധിമധുഭയേമേ ഗുരുദ്വഹ. അല്ലയോ ഗുരുശ്രേഷ്ഠ പരീക്ഷിത്തെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വിധം രാജാക്കന്മാരെ ജയിച്ചിട്ട ഭീഷ്മകൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ സ്വന്തം രാജധാനിയിൽ കൊണ്ടുവന്ന് വിധിപ്രകാരം വിവാഹം ചെയ്തു എന്നാ പറയണത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സ്വാമിയേ ശരണമയ്യപ്പ. രുക്മിണീ വല്ലഭ ഭഗവാനേ.